കണ്ണൂർ ആറളത്തെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ സംസ്കാരം ഇന്നലെയാണ് ഫാമിലെ 13-ാം ബ്ലോക്കിൽ കാട്ടാനാക്രമണത്തിൽ വെള്ളിയും ഭാര്യ ലീലയും കൊല്ലപ്പെട്ടത്. രാത്രി ഏറെ നേരത്തെ പ്രതിഷേധത്തിനൊടുവിലാണ് നാട്ടുകാർ മൃതദേഹം വിട്ടു നൽകിയത്. ആറളം പഞ്ചായത്തിൽ UDF-ഉം BJP-യും പ്രഖ്യാപിച്ച ഹർത്താൽ ആരംഭിച്ചു. MLA എന്ന നിലയിൽ എന്നോടും ബ്ലോക്ക് പഞ്ചായത്ത് മൃതശരീരം എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് ആശുപത്രിയിൽ ശാന്തരാകണം. ജന നേതാക്കന്മാരുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും അഭ്യർത്ഥന. അല്ലാത്ത പക്ഷം ഇവിടെ തന്നെ വെക്കും എന്നതാണ്. കാരണം ഇവർ വർഷങ്ങളായി അനുഭവിക്കുന്നതാണ്. ഇപ്പൊ എന്റെ മാമനെയും ഇന്ന് ആന കൊന്നു. ഇപ്പൊ നമ്മളൊക്കെ ജോലിക്ക് പോകുന്നയാ. നമ്മൾ പുറത്ത് ജോലിക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നാ ചെയ്യേണ്ടത്? ഇത് സുരക്ഷിതമായിട്ട് ഇവർ നോക്കണം എന്ന് പറഞ്ഞാൽ പോർഷുകാർ മാത്രമായിരുന്നു നോക്കണം. ഇവർ റോട്ടെ വെച്ച് വണ്ടി ഓടിച്ചോട് നടത്തിയാ. തിരുത്തേണ്ട ആവശ്യം ഇവർക്കില്ല. അടുത്ത് വന്നാലും കണക്കാ, വലുത് വന്നാലും കണക്കാ. ആനയെ ഓടിക്കാൻ പറയുന്നുണ്ട്. ഏതാ ആനയെ ഓടിക്കുന്ന ഇവിടെ? മറ്റേ റവന്യൂ മന്ത്രി വരെ ഇവിടെ വന്നിട്ട് പ്രസംഗിച്ച മറ്റേ ഇവിടെ തുടി ഇല്ല വന്നിട്ട് എന്നിട്ട് ഒരു സംരക്ഷണം ഇവിടെ ഇല്ല ആദിവാസികൾക്ക്. പറഞ്ഞു വന്ന് പോകുന്നല്ലാതെ പിന്നെ ഒരു വാഗ്ദാനം നമുക്ക് തന്നിട്ടില്ല ഇതുവരെ. സംരക്ഷണമായിട്ട് നമ്മൾ സംരക്ഷിക്കും, ഒന്നും വേണ്ട. എന്നുവെച്ചാൽ അവിടെ ഒരു കറണ്ട് ആക്കി തരുവാണെങ്കിൽ, കറണ്ട് ഒരു റോഡ് ഇതിലെ കൂടി ഒരു റോഡ് അതാക്കി തരുവാണെങ്കിൽ ആരെങ്കിലും പകല് വണ്ടി വിളിച്ചാൽ കറണ്ട് പോലും ഇല്ല അവിടെ, കറണ്ട് പോലും ഇല്ല. വിശദവിവരങ്ങളുമായി ഫെലിക്സും രാഹുൽ കെവിയും ചേരുന്നു. ഫെലിക്സ്, ഈ സംഭവം നടന്ന സ്ഥലത്താണുള്ളത്. ഫെലിക്സ്, നമ്മൾ ഓരോ ദിവസവും ഇത് പങ്കുവയ്ക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്ത ദുഃഖം തോന്നുന്നു. രണ്ടുപേരുടെ കൂടി ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. എന്താണ് ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്? അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായി പലരും പറയുന്നുണ്ട്. ഒന്ന്, ഗതാഗത സംവിധാനത്തിന്റെ പ്രശ്നം, വെളിച്ചത്തിന്റെ കുറവ്, ഇങ്ങനെ പലതും അവർ പറയുന്നുണ്ട്. ഇത് എന്തൊക്കെ കാര്യങ്ങൾ ആരോപിച്ച് ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം? സ്ഥലത്തിപ്പോൾ എങ്ങനെയാണ് അവസ്ഥ? മോത്തി, അതായത് ഈ ആറളം ഫാമിലെ കഴിഞ്ഞ 10 വർഷത്തിനിടെ 14 പേർക്കാണ് ഈ കാട്ടാനയുടെ ആക്രമണം മൂലം ജീവൻ നഷ്ടമായത് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ഇന്നലെ 2 പേർ കൂടി ജീവൻ നഷ്ടമായത്. ആ സ്ഥലത്താണ് നമ്മളുള്ളത്. അതായത് ഈ പറയുന്ന 80 വയസ്സുള്ള വെള്ളിയും ഒപ്പം തന്നെ ലീലയും ഇവിടെയാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായത്. അതായത് അവർ കശുവണ്ടി ശേഖരിക്കാനായി വരുന്ന സമയത്ത് ഈ പ്രദേശത്ത് വെച്ച് കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ഇതൊരു ജനവാസ മേഖലയാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം, വനമേഖലയോട് ചേർന്നൊക്കെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയും ഈ ആളുകൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അടുത്തിടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീട്, ഇത് ആദിവാസി പുനരധിവാസ മേഖലയാണ്. അവിടെ ആദിവാസികൾക്ക് വേണ്ടി സർക്കാർ നിർമ്മിച്ച് നൽകിയ വീടാണ്. പക്ഷേ ഇവിടെ ആളുകൾക്ക് താമസിക്കാൻ കഴിയില്ല. കാരണം ചുറ്റും കാട്ടാനയാണ്. അതായത് ഒരു ജനവാസ മേഖലയാണ്. പക്ഷെ ജനവാസ മേഖലയാണെന്ന് പറയുമ്പോഴും ആറളത്ത് എല്ലാ ദിവസവും കാട്ടാന ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ പ്രതിഷേധം നമ്മൾ ഇന്നലെ കണ്ടത്. മൃതദേഹം വിട്ടു നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആളുകളുടെ പ്രതിഷേധം. ആ പ്രതിഷേധത്തിനൊടുവിൽ ഒരു തീരുമാനമൊന്നും ആയില്ല. പക്ഷേ ജനങ്ങൾ ഏതായാലും ഒരു മൃതദേഹം വിട്ടു നൽകിയാണ് ഉണ്ടായത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. അതിനുശേഷം മൃതദേഹം ആറളത്തേക്ക് എത്തിക്കും. മന്ത്രി AK ശശീന്ദ്രൻ വൈകുന്നേരം ഇവിടെ എത്തുന്നുണ്ട്. 3 മണിക്ക് സർവകക്ഷി യോഗമുണ്ട്. ഒപ്പം സർവകക്ഷി യോഗത്തിന് ഒപ്പം തന്നെ കളക്ടറുടെ അധ്യക്ഷതയിൽ രാവിലെ യോഗം ചേരുന്നുണ്ട്. ഈ ആനകളെ ഇവിടെ നിന്ന് എത്രയും വേഗം ഓടിക്കണമെന്നതാണ്. അപ്പോൾ നമുക്കറിയാം, ഇതൊരു പാതയാണ്. ഈ റോഡ് പോലും ടാർ ചെയ്തിട്ടില്ല. ഇവിടേക്ക് ആളുകൾ എങ്ങനെ വരും? ഒരു വെളിച്ചം പോലും ഇല്ല. അങ്ങനെയൊരു പ്രദേശമാണിത്. ഇപ്പോൾ വളരെ ദുസ്സഹമായ ഒരു മേഖലയാണ്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് അടിസ്ഥാന സൗകര്യം പോലും നൽകിയിട്ടില്ല എന്നതാണ്. അപ്പോൾ ഈ വീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പുനരധിവാസ മേഖലയിൽ നൽകിയ വീടാണ്. അവിടെ പേരെഴുതി വെച്ചിട്ടുണ്ട്, ചന്ദ്രി എന്നതാണ്. ബ്ലോക്ക് 13-ലെ 970 എന്ന പ്ലോട്ട് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വർഷങ്ങളായിട്ട് അവർക്ക് താമസിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ വീടിന് ചുറ്റും കാട്ടാനയാണ്. ഈ വീടിനോട് ചേർന്നാണ് ഇന്നലെ ഈ 2 പേർക്ക് ജീവൻ നഷ്ടമായത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല. കാരണം ധാരാളമായി കാട്ടാന ഉണ്ടാകുന്നു. ആനമതിൽ നിർമ്മിക്കാൻ തീരുമാനമെടുക്കുകയും നിർമ്മിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ആനമതിലിൻ്റെ നിർമ്മാണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്നതാണ്. അപ്പോൾ പൂർത്തിയാകാത്തത് കൊണ്ട് ധാരാളം ആനകൾ ഇവിടേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇന്നലെ കാട്ടാന ആക്രമിച്ച സ്ഥലത്താണ് നമ്മളുള്ളത്. ഇപ്പോൾ കാട്ടാന ചവിട്ടിയ പാടുകളൊക്കെ തന്നെയാണ് ഉള്ളത്.
ആനമതിൽ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല. കിലോമീറ്ററോളം നീണ്ടതാണ് ആനമതിൽ നിർമ്മാണം. അതിൻ്റെ 5 കിലോമീറ്ററേറെ ഇനിയും എനിക്ക് തോന്നുന്നു 5 കിലോമീറ്റർ ആണ് എന്നതാണ്. അത്രയും ദൂരം ഇനിയും മതിൽ നിർമ്മാണം പൂർത്തിയാകാനുണ്ട്. അങ്ങനെ പൂർത്തിയാകാത്തത് കൊണ്ടാണ് ആ മേഖലയിൽ നിന്നും, അതായത് ആറളം വന്യജീവി സങ്കേതവും ആറളം ഫാമും അതിൻ്റെ അതിർത്തിയിലാണ് ഈ മതിൽ നിർമ്മിക്കുന്നത്. അവിടുത്തെ മതിൽ നിർമ്മാണം പൂർത്തിയാകാത്തത് കൊണ്ടാണ് ഈ പറയുന്ന ആ മതിൽ പൂർത്തിയാകാത്ത ഇടവഴിയിലൂടെ ആനകൾ ഇങ്ങോട്ടേക്ക് സഞ്ചരിക്കുന്നത്. 7000 ഏക്കറോളം വരുന്നതാണ് ആറളം ഫാം. അതായത് ഈ ആറളം ഫാം നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലായിരുന്നു. അങ്ങനെ സംസ്ഥാന സർക്കാരാണ് 2000-ൽ ഒരു തീരുമാനമെടുക്കുന്നത്. ആദിവാസികൾക്ക് പുനരധിവാസത്തിന് ഈ സ്ഥലം ഏറ്റെടുത്ത് നൽകാം. അങ്ങനെ സർക്കാർ ഈ സ്ഥലം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഈ സ്ഥലം ഏറ്റെടുത്ത് ആദിവാസികൾക്ക് താമസിക്കാനായി 7000 ഏക്കർ ഏറ്റെടുക്കുന്നു. അതിൽ 3500 ഫാമായി നൽകുന്നു. ബാക്കി 3500 ആദിവാസികൾക്ക് താമസിക്കാനുള്ള സ്ഥലമായി നൽകുന്നു. അങ്ങനെയാണ് ഇവിടേക്ക് ആദിവാസികളെയൊക്കെ കൊണ്ടുവരികയും അവർക്ക് ഒരേക്കർ സ്ഥലം വീതിച്ച് നൽകുകയും ഇവിടെ വീട് വെച്ച് നൽകുകയും ചെയ്തത്. പക്ഷേ ഇങ്ങനെയൊരു പ്രദേശത്ത് ആളുകൾ എങ്ങനെ ജീവിക്കും? കാരണം എല്ലാ ദിവസവും കാട്ടാൻ ഇറങ്ങി വരുന്നു, വീടിന് മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നു, അല്ലെങ്കിൽ അവർ പോകുന്ന വഴിയിലൂടെ കാട്ടാനുകൾ വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെ ആളുകൾക്ക് താമസിക്കാൻ കഴിയും? എങ്ങനെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയും? ഇതൊക്കെ മനസ്സിലാക്കി വേണ്ടേ ഇത്തരത്തിൽ പുനരധിവാസം നൽകാൻ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അത്തരമൊരു കാര്യവും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ്. അതായത് കൃത്യമായി ഒരു ആസൂത്രണാവസ്ഥയോടെയാണ് ഈ ജനപ്രതിനിധികൾ ഈ ജനങ്ങളെ അഭിമുഖീകരിക്കുക എന്ന് പോലും ആലോചിച്ചു പോകുന്നത്. അവർക്ക് എങ്ങനെയാണ് നിവർന്ന് നിൽക്കാനാവുക ഇവരുടെ മുന്നിൽ? ഇവരുടെ ഇത്തരം അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും നടത്തിയെടുക്കാൻ ഇത്ര കാലമായി കഴിയാത്തൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ട വനത്തിനുള്ളിൽ താമസിക്കുന്നവരാണ്. മാറിപ്പോവാൻ പറഞ്ഞിട്ട് അവരെ അനുസരിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിക്കുന്ന അതേ സ്ഥാനത്താണ് അതിനുള്ളിൽ സർക്കാരായി നൽകിയ സെറ്റിൽമെന്റിൽ താമസിക്കാൻ കഴിയാതെ പോകുന്ന അവസ്ഥയുള്ളത്. അത്